ജനാധിപത്യവും മതനിരപേക്ഷതയും പൗരാവകാശങ്ങളും തുടർച്ചയായി ചവിട്ടിമെതിക്കപ്പെട്ട 5 വർഷം പിന്നിട്ട് 17ാം ലോക്സഭയുടെ അവസാന സമ്മേളനത്തിന് തിരശ്ശീല വീണു. ഹിന്ദുരാഷ്ട്രമെന്ന ലക്ഷ്യത്തിലേക്ക് സംഘപരിവാർ ഭരണകൂടം രാജ്യത്തെ വലിച്ചിഴക്കുന്ന ആശങ്കാജനകമായ സാഹചര്യമാണ് നമുക്ക് മുന്നിലുള്ളത്. ആചാരങ്ങളെയും നിയമങ്ങളെയും കാറ്റിൽ പറത്തിയ രാമക്ഷേത്ര നിർമ്മാണ വിജയത്തിന് ആശംസ നേരാനാണ് 9-ാം തീയതി അവസാനിക്കേണ്ടിയിരുന്ന സമ്മേളനം ഒരു ദിവസം കൂടി നീട്ടിയത്. ഡെപ്യൂട്ടി സ്പീക്കർ ഇല്ലാത്ത ആദ്യ ലോക്സഭ. 1952 മുതലുള്ള ലോക്സഭാ ചരിത്രത്തിൽ ഏറ്റവും കുറഞ്ഞ ദിവസം സമ്മേളിച്ച ലോക്സഭ. 5 വർഷത്തിനിടയിൽ ആകെ ചേർന്നത് 272 ദിവസം മാത്രം. ഭരണപക്ഷ MP-യുടെ പാസിൽ പാർലമെന്റിൽ കയറിയവർ പുകബോംബ് പൊട്ടിച്ചതും ഈ സുരക്ഷാ വീഴ്ചയെ ചോദ്യം ചെയ്ത 146 പ്രതിപക്ഷ MP-മാരെ സസ്പെൻഡ് ചെയ്ത ഖ്യാതിയും ഈ ലോക്സഭയ്ക്ക് സ്വന്തം. ജമ്മു കശ്മീരിൻ്റെ പ്രത്യേക പദവി എടുത്തുകളഞ്ഞ് കേന്ദ്രഭരണ പ്രദേശമാക്കിയതും പൗരത്വ ഭേദഗതി ബില്ലും കർഷക ബില്ലും ഇന്ത്യൻ പീനൽ കോഡ് മാറ്റിയതും ഉൾപ്പെടെ ഭരണഘടനയെ നോക്കുകുത്തിയാക്കി നടത്തിയ നിയമനിർമ്മാണങ്ങൾ ഏറെ. പാർലമെന്റിൽ മോദിക്കും BJPക്കുമെതിരെ പ്രതിപക്ഷം ഉന്നയിച്ച എല്ലാ ആരോപണങ്ങളും രേഖയിൽ നിന്ന് നീക്കം ചെയ്യപ്പെട്ടു. 5 വർഷത്തിനിടയിൽ സഭയിൽ ഒരു ചോദ്യത്തിന് പോലും ഉത്തരം നൽകാത്ത പ്രധാനമന്ത്രി. ഒരിക്കൽ പോലും മാധ്യമങ്ങളെ അഭിമുഖീകരിക്കാത്ത പ്രധാനമന്ത്രി. 17ാം ലോക്സഭയ്ക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും വിശേഷണങ്ങൾ ഏറെയുണ്ട്. പാർലമെന്റിൽ വല്ലപ്പോഴും മാത്രം അതിഥിയായി പ്രത്യക്ഷപ്പെടുന്ന പ്രധാനമന്ത്രി രാമക്ഷേത്ര പ്രതിഷ്ഠയ്ക്ക് മുഖ്യ യജമാനനാകുന്ന കാഴ്ചയ്ക്ക് മതനിരപേക്ഷ ഇന്ത്യ സാക്ഷ്യം വഹിച്ചു. മതനിരപേക്ഷതയ്ക്കേറ്റ ആഴമേറിയ മുറിവിൽ വീണ്ടും വീണ്ടും കുത്തിനോവിക്കുന്ന ദയനീയ കാഴ്ച. രാമക്ഷേത്ര പ്രതിഷ്ഠയ്ക്ക് നന്ദി രേഖപ്പെടുത്താൻ ലോക്സഭാ വേദി മോദിയും സംഘപരിവാറും ദുരുപയോഗം ചെയ്തു. ആ സമ്മേളനത്തിൽ വിപ്പ് നൽകി കോൺഗ്രസും MP-മാരെ പങ്കെടുപ്പിച്ചുവെന്നത് ജനാധിപത്യ മതേതര ഇന്ത്യയെ ഞെട്ടിച്ചു. മൃദു ഹിന്ദുത്വം കൊണ്ട് രക്ഷപ്പെടാനാവുന്നില്ലെന്ന് കണ്ട കോൺഗ്രസ് നേതൃത്വം തെരഞ്ഞെടുപ്പ് അടുത്ത തീവ്ര ഹിന്ദുത്വത്തിൻ്റെ പാതയിലാണ്. ഇടതുപക്ഷത്തോടൊപ്പം ഇന്ത്യ മുന്നണിയിലെ DMK, AAP, തൃണമൂൽ കോൺഗ്രസ് തുടങ്ങിയ പാർട്ടികളും രാമക്ഷേത്ര നിർമ്മാണ വിജയ ചർച്ചയിൽ പങ്കെടുത്തില്ല. ഇടതുപക്ഷം മാത്രമാണ് പ്രമേയത്തോടുള്ള വിയോജിപ്പ് രേഖപ്പെടുത്തി സഭ ബഹിഷ്കരിച്ചത്. രാഷ്ട്രത്തിൻ്റെ കരുത്തായ ഫെഡറൽ സംവിധാനങ്ങൾ തല്ലിത്തകർത്ത് കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങളെ കടന്നാക്രമിക്കുകയാണ്. BJP ഇതര സർക്കാരുകൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ സാമ്പത്തികമായും ഭരണപരമായും കാൽക്കീഴിലാക്കാൻ ശ്രമിക്കുകയാണ് മോദിയും കൂട്ടരും. കോടിക്കണക്കിന് ജനങ്ങൾ ജീവിത ദുരിതങ്ങളിൽ പിടയുമ്പോഴും മുക്കിന് തൻ്റെ മുഴുനീള ഫ്ലക്സും വീരസ്യങ്ങളും പ്രദർശിപ്പിച്ച് പരസ്യങ്ങളിലും ചുവരുകളിലും നിറയുകയാണ് മോദി. മാസങ്ങളായി കത്തിക്കൊണ്ടിരിക്കുന്ന മണിപ്പൂരും സംഘർഷഭരിതമായ ഉത്തരാഖണ്ഡും മോദിയുടെ കണ്ണിൽപ്പെടില്ല. കർഷകരുടെയും തൊഴിലാളികളുടെയും കണ്ണീരും വിലാപങ്ങളും മോദിയെ അലട്ടുന്നില്ല. രാജ്യത്തിൻ്റെ തെരുവുകളിൽ ലക്ഷക്കണക്കിന് കൃഷിക്കാരുടെ പ്രക്ഷോഭം അലയടിക്കുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് ലോക്സഭാ സമ്മേളനം സമാപിച്ചത് എന്നതും ഓർക്കണം. അധികാരം കൈയാളിയ 10 വർഷം കൊണ്ട് സംഘപരിവാർ തങ്ങളുടെ വർഗീയ ഭ്രാന്തൻ അജണ്ടകളിൽ പലതും അടിച്ചേൽപ്പിച്ചു കഴിഞ്ഞു. ഇനി വരുന്നത് 2025 RSS സ്ഥാപിച്ചതിൻ്റെ ശതാബ്ദി വർഷം. അധികാരത്തിലെത്തേണ്ടത് BJPക്ക് വളരെ പ്രധാനമാണ്. ഇനിയൊരു വട്ടം കൂടി അവർക്ക് അധികാരം ലഭിച്ചാൽ മതനിരപേക്ഷ ജനാധിപത്യ രാഷ്ട്രം അപ്രത്യക്ഷമാകും എന്നുറപ്പ്. സംഘപരിവാറിനെ പ്രതിരോധിക്കാനുള്ള ശേഷിയില്ലാതെ കുഴങ്ങുകയാണ് കോൺഗ്രസ്. ഭസ്മവും പൂശി കാവിയും പുതച്ച് അമ്പലങ്ങൾ കയറിയിറങ്ങുന്ന തിരക്കിലാണ് കോൺഗ്രസ് നേതാക്കൾ. മാത്രമോ, ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ BJPയാണ്. മുതിർന്ന നേതാക്കൾ തന്നെ നിരനിരയായി കോൺഗ്രസ് വിട്ട് BJPയിൽ ചേക്കേറുന്ന കാഴ്ച പരിതാപകരമാണ്. ഈ സ്വതന്ത്ര ജനാധിപത്യ മതനിരപേക്ഷ രാഷ്ട്രത്തെ നിലനിർത്താനും സംരക്ഷിക്കാനും സംഘപരിവാറിനെ ആട്ടിയോടിച്ച് ഇടതുപക്ഷ ജനാധിപത്യ ശക്തികൾ അധികാരത്തിൽ വരേണ്ടത് ആവശ്യമാണ്. ഇടതുപക്ഷത്തിന് മാത്രമേ ഇന്നത്തെ ഇന്ത്യയെ വർഗീയ ശക്തികളിൽ നിന്ന് മോചിപ്പിക്കാൻ സാധിക്കൂ.